നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 58 ആൻഡ് 59 പരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുമല്ലേ? പരീക്ഷ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ധൃതി പിടിക്കാതെ അറ്റൻഡ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരും വെൽക്കം ചെയ്യുവാണേ. എൻ്റെ പേര് അശ്വതി. ടെൻത്ത് മെയിൻസ് ഡേ 58 ആൻഡ് 59 എക്സാം. ആദ്യത്തെ ചോദ്യം. The woman you saw with me yesterday is dash aunt of mine. ഓപ്ഷൻ നോക്കുക. The, a, and no article needed. എഴുതിക്കോളൂ. രണ്ട്. Have you told him about dash accident? And a, the, two. മൂന്ന്. Use the correct article in the blank space. The Ganga is dash sacred river. The and a no need of article. നാല്. താഴെ പറയുന്നവരിൽ ആരാണ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്, മൈക്കിൾ ഫാരഡേ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അഞ്ച്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിലയം ഏതാണ്? ഇടുക്കി, ചെങ്കുളം, ബ്രഹ്മപുരം, കായംകുളം. ആറ്. താഴെ പറയുന്നവയിൽ MCB സർക്യൂട്ട് വിച്ഛേദിക്കുന്നതിനുള്ള കാരണം കണ്ടെത്തുക. വൈദ്യുതി പ്രവാഹം കുറയുന്നതിനാൽ, വൈദ്യുതി ക്ഷമത കുറയുന്നതിനാൽ, വൈദ്യുതി പ്രവാഹം അമിതമാകുന്നതിനാൽ, വൈദ്യുത ക്ഷമത അമിതമാകുന്നതിനാൽ. ഏഴ്. ഒരു നെറ്റ്വർക്കിലോ കമ്പ്യൂട്ടറിലോ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ്? മോഡം, റൂട്ടർ, NIC, ബ്രിഡ്ജ്. എട്ട്. രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രസ്താവന, ഹബിനേക്കാൾ ഉയർന്ന പ്രവർത്തനശേഷിയുള്ള ഉപകരണമാണ് സ്വിച്ച്. രണ്ടാമത്തെ പ്രസ്താവന, ശൃംഖലയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുടെയും വിലാസം സംഭരിക്കുകയും വിലാസം കണ്ടെത്തിയാൽ ലക്ഷ്യസ്ഥാനത്തുള്ള ഉപകരണങ്ങളിലേക്ക് മാത്രം ഡേറ്റ അയക്കുകയും ചെയ്യുന്നു. മേൽപ്പറഞ്ഞ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. രണ്ടും സ്വിച്ചിനെ പറ്റിയുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ നോക്കിയിട്ട് അനുയോജ്യമായവ കണ്ടെത്തി എഴുതുക. 9. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ, ഖനികളുടെയും ധാതുക്കളുടെയും വികസനത്തിന്റെ നിയന്ത്രണം, ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ. 10. സൈബർ നിയമം ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. 11. കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ ധാരാളമായി കുടിയേറ്റം നടത്തിവരുന്നു. ഇത് ഏത് തരം കുടിയേറ്റത്തിൽ ഉൾപ്പെടുന്നു? രാജ്യാന്തര കുടിയേറ്റം, ജില്ലാന്തര കുടിയേറ്റം, ആഭ്യന്തര കുടിയേറ്റം, അന്തർദേശീയ കുടിയേറ്റം. 12. ഏതാനും നഗരങ്ങളുടെ പേരുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. നൽകുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചാൽ മത സാംസ്കാരിക നഗരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏതാണെന്ന് കണ്ടെത്തുക. സിംല, അലിഗഡ്, ഹരിദ്വാർ, കോയമ്പത്തൂർ. 13. താഴെ പറയുന്നവയിൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്?
ഭൂമി, തൊഴിൽ, മൂലധനം, പാട്ടം. 14. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി, ആർദ്രം, ആരോഗ്യ കിരണം, കാരുണ്യ പദ്ധതി. 15. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരാണ് ആശാ പ്രവർത്തകർ. ആശ എന്നതിന്റെ പൂർണ്ണരൂപം. ഓപ്ഷൻ നോക്കാം, ഉത്തരം എഴുതിക്കോളാം. 16. ചുവടെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനം ഏതാണെന്ന് കണ്ടെത്തുക. ശൂദ്രർ, വേലക്കാർ, മിടുക്കർ, ആചാര്യർ. 17. അലിംഗ ബഹുവചന രൂപം ഏതാണെന്ന് കണ്ടെത്തുക. സ്വാമികൾ, വധുക്കൾ, മരങ്ങൾ, ജനങ്ങൾ. 18. He can play dash violin and the a some ആണേ. ഇത്രയായിരുന്നു ചോദ്യങ്ങള്. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, The woman you saw with me yesterday dash aunt of mine. An aunt of mine ആണ്. അപ്പോൾ ആണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സ്വരശബ്ദമാണ്. അപ്പോൾ വോവൽ സൗണ്ട്, സ്വരശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ എന്തുവാ ചേർക്കേണ്ടേ? ആൻ ആണ് ചേർക്കേണ്ടേ. അടുത്ത ചോദ്യം, ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡന്റ്? ദ ആക്സിഡന്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ആക്സിഡന്റ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ദ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, യൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഇൻ ദ ബ്ലാങ്ക് സ്പേസ്. ദ ഗംഗ ഈസ് ഡാഷ് സേക്രഡ് റിവർ. എ സേക്രഡ് റിവർ ആണ്. ദ ഗംഗ ഈസ് എ സേക്രഡ് റിവർ. സേക്രഡ് എന്നത് കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് ആർട്ടിക്കിൾ ഏതാ ഉപയോഗിക്കേണ്ടത്? എ ആണ് ഉപയോഗിക്കേണ്ടത്. സേക്രഡ് സാ വച്ചല്ലേ തുടങ്ങുന്നത്. അപ്പോൾ സാ എന്താണ്? വ്യഞ്ജനാക്ഷരമാണ്. വ്യഞ്ജനാക്ഷരത്തിന്റെ ഫ്രണ്ടിൽ എപ്പോഴും എ ആണ് യൂസ് ചെയ്യേണ്ടത്. 4. താഴെ പറയുന്നവരിൽ ആരാണ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ക്രിസ്ത്യൻ ഈസ്റ്റഡ് ആണ്. ക്രിസ്ത്യൻ ഈസ്റ്റഡ്. എ. 5. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിലയം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിലയം ഇടുക്കിയാണ്. ഇടുക്കി. എ. 6. താഴെ പറയുന്നവയിൽ MCB സർക്യൂട്ട് വിച്ഛേദിക്കുന്നതിനുള്ള കാരണം? MCB സർക്യൂട്ട് വിച്ഛേദിക്കുന്നതിനുള്ള കാരണം വൈദ്യുതി പ്രവാഹം അമിതമാകുമ്പോൾ ആണ്. വൈദ്യുതി പ്രവാഹം അമിതമാകുമ്പോൾ ആണ്. 7. ഒരു നെറ്റ്വർക്കിലോ കമ്പ്യൂട്ടറിലോ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജിയാണ് NIC, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. 8. പ്രസ്താവന. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. രണ്ടും സ്വിച്ചിനെ പറ്റിയുള്ള പ്രസ്താവനകളാണ്. ഹബിനേക്കാൾ ഉയർന്ന പ്രവർത്തന ശേഷിയുള്ള ഉപകരണമാണ് സ്വിച്ച്. ശരിയാണ്. ശൃംഖലയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുടെയും വിലാസം സംഭരിക്കുകയും വിലാസം കണ്ടെത്തിയാൽ ലക്ഷ്യസ്ഥാനത്തുള്ള ഉപകരണത്തിലേക്ക് മാത്രം ഡേറ്റ അയക്കുകയും ചെയ്യുന്നു. ഈ 2 പ്രസ്താവനകളും സ്വിച്ചിനെ സംബന്ധിച്ച് ശരിയാണ്. ഉത്തരം വരുന്നത് സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാ. 9. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബി ആണ്. വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ എന്നിവയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 10. സൈബർ നിയമം ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു? സൈബർ നിയമം എന്നത് ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല. ഒരു ലിസ്റ്റിലും ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവശിഷ്ട അധികാരമാണത്. അത് യൂണിയൻ ലെജിസ്ലേച്ചർ ആണ് ഈ വക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. 11. കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ ധാരാളമായി കുടിയേറ്റം നടത്തി വരുന്നു. ഇത് ഏതു തരം കുടിയേറ്റത്തിൽ ഉൾപ്പെടുന്നു? ആഭ്യന്തര കുടിയേറ്റമാണ്. ആഭ്യന്തര കുടിയേറ്റം. 12. ഏതാനും നഗരങ്ങളുടെ പേരുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. നൽകുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചാൽ മതസാംസ്കാരിക നഗരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏതിനെയാണ്? ഹരിദ്വാർ ആണ്. മതസാംസ്കാരിക നഗരം എന്നത് ഹരിദ്വാർ. 13.
താഴെ പറയുന്നവയിൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് പാട്ടമാണ്. അത് ഭൂമിക്ക് കിട്ടുന്ന വേതനം എന്ന് പറയാം, പാട്ടം. അപ്പൊ ഈ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഭൂമി, തൊഴിൽ, മൂലധനം, പിന്നെ സംഘാടനമാണ് അവിടെ വരേണ്ടത്. 14. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനിയാണ് A. 15. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരാണ് ആശാപ്രവർത്തകർ. ആശ എന്നതിന്റെ പൂർണ്ണരൂപം എന്തുവാണ്? A ആണ് ഉത്തരം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതാണ് ആശ എന്നതിന്റെ പൂർണ്ണരൂപം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. 16. ചുവടെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനം ഏതാണെന്ന് കണ്ടെത്തുക. ആചാര്യരാണ് പൂജക ബഹുവചനം, അതായത് ബഹുമാനാർത്ഥം. ഒരാളെ ഉള്ളൂ എന്നാലും ബഹുമാനാർത്ഥം നമ്മളൊരു ബഹുവചന രൂപം പോലെ ഉപയോഗിക്കുന്നതാണ്. 17. അലിംഗ ബഹുവചന രൂപം ഏതാണെന്ന് കണ്ടെത്തുക. ജനങ്ങൾ ആണ് അലിംഗ ബഹുവചനം. സ്വാമികൾ എന്നത് പൂജക ബഹുവചനം. വധുക്കൾ എന്നത് എന്താണ്? സ്ത്രീലിംഗമാണ്. മരങ്ങൾ എന്നത് നപുംസക ലിംഗമാണ്. അടുത്ത ചോദ്യം, ഹി ക്യാൻ പ്ലേ ഡാഷ് വയലിൻ. ഹി ക്യാൻ പ്ലേ ദ വയലിൻ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഫ്രണ്ടിൽ എന്തോ ചേർക്കണം? ദ ചേർക്കണം. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിർബന്ധമായിട്ടും താഴെ കമന്റ് ചെയ്യുക. പരീക്ഷ എഴുതുക നിർബന്ധമാണ്. അപ്പോൾ ഇടുന്ന പരീക്ഷകളെല്ലാം എഴുതുക കറക്റ്റ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക്